ഗുഡ് ഈവനിങ്. ഇന്നിപ്പം ഇവിടെ വിന്യാസ് അക്കാഡമിയിലെ സെമിനാറിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം എൻ്റെ പേര് നന്ദകിഷോർ. ഇപ്പൊ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജോഗ്രഫിയിലെ 6ാമത്തെ ചാപ്റ്ററായ ദ ചേഞ്ചിങ് എർത്ത് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് നമ്മൾ പഠിക്കുന്നത് എർത്തിനുണ്ടാകുന്ന പല പല മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ അതിനകത്ത് മെയിൻലി പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കുന്നത് എർത്ത് മൂവ്മെന്റ്സിനെ കുറിച്ചാണ്. എർത്ത് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാല് ഭൂമിയിൽ ഉണ്ടാകുന്ന അപ്സ് ആൻഡ് ഡൗൺസ്, അതാണ് മെയിൻലി എർത്ത് മൂവ്മെന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്സ് ആൻഡ് ഡൗൺസിനെ കോസ് ചെയ്യുന്ന ഇതിനാണ് എർത്ത് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഹിമാലയസ് ആണെങ്കിൽ ഭയങ്കര ഉയരത്തിലും, അത് കഴിഞ്ഞിട്ട് കുറച്ച് താഴ്ചയിൽ ഗാൻജറ്റിക് പ്ലെയിനും, അത് കഴിഞ്ഞിട്ട് പ്ലേറ്റൂസും, അതായത് ഡെക്കാൻ പ്ലേറ്റ് കുറച്ച് ഉയരത്തിലുമാണ്. അതുപോലെ തന്നെയാണ് ഫോർ എക്സാമ്പിൾ അതാണ് എർത്ത് മൂവ്മെന്റ്സ്. നമുക്ക് ഈ എർത്ത് മൂവ്മെന്റ്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് എൻഡോജനിക് മൂവ്മെന്റും എക്സോജനിക് മൂവ്മെന്റും. എൻഡോജനിക് മൂവ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഭൂമിയുടെ അകത്ത് ക്രസ്റ്റ് മാൻഡില് കോർ എന്നിവയിൽ സംഭവിക്കുന്ന മൂവ്മെന്റ്സിനെയാണ് എൻഡോജനിക് മൂവ്മെന്റ്. എക്സോജനിക് മൂവ്മെന്റ് അതായത് പേര് തന്നെ ഉണ്ട് എക്സിറ്റ്, അതായത് ഭൂമിയുടെ വെളിയിൽ, അതായത് ഭൂമിയുടെ സർഫസിൽ നടക്കുന്ന മാറ്റങ്ങളെയാണ് എക്സോജനിക് മൂവ്മെന്റ്സ് എന്നുകൊണ്ട് പറയുന്നത്. ഈ എൻഡോജനിക് മൂവ്മെന്റ്സിന് കാരണമാകുന്നത് റേഡിയോ ആക്ടിവിറ്റി, എർത്ത് ഹീറ്റ്, റൊട്ടേഷൻ ഓഫ് ദ എർത്ത് എന്നീ കാരണങ്ങളും. പിന്നെ എക്സോജനിക് മൂവ്മെന്റ്, ഇപ്പൊ ഒരു മല തന്നെ ഉണ്ടെങ്കിൽ മലയ്ക്ക് സ്ലോപ്പ് ഉണ്ട്, അപ്പം അതിന്റെ മണ്ടയ്ക്ക് അതിന് ഉരുൾപൊട്ടലായിട്ടുണ്ടാകാം, അതിന്റെ മണ്ടയിലെ പാറ ഉരുണ്ട് താഴെ വീഴാം, പിന്നെ ആ പാറ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അട്രാക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് എക്സോജനിക് മൂവ്മെന്റ്സ് എന്നുകൊണ്ട് പറയുന്നത്. പിന്നെ നമ്മൾ ഇനി എൻഡോജനിക് മൂവ്മെന്റ്സിനെ ഒന്ന് വ്യക്തമായിട്ട്, എൻഡോജനിക് മൂവ്മെന്റ് തന്നെ രണ്ടായിട്ട് വീണ്ടും തരംതിരിക്കുന്നുണ്ട്. അതായത് അതിന്റെ വേഗതയിലാണ്. അതായത് ഡയസ്ട്രോഫിക് മൂവ്മെന്റും സഡൻ മൂവ്മെന്റും. ഡയസ്ട്രോഫിക് മൂവ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പതുക്കെ, അതായത് വളരെ പതുക്കെ നടക്കുന്ന മൂവ്മെന്റ്സിനാണ് ഡയസ്ട്രോഫിക് മൂവ്മെന്റും. സഡൻ മൂവ്മെന്റ് അത്യാവശ്യം വേഗതയിൽ നടക്കുന്ന മൂവ്മെന്റ് ആണ് സഡൻ മൂവ്മെന്റ്സ്. ഡയസ്ട്രോഫിക് മൂവ്മെന്റ്സിന്റെ ആണ് എപ്പിറോജനിക് പ്രോസസ്സും ഒറോജനിക് പ്രോസസ്സും. എപ്പിറോജനിക് പ്രോസസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂഖണ്ഡങ്ങൾ ഉണ്ടാകും. നമുക്കറിയാം, ഇതൊരു ഭൂമിയാണെങ്കിൽ ആദ്യം ഒരു വലിയ കോണ്ടിനെന്റ് ആയിരുന്നത് ഇപ്പോൾ പല പല ചിന്നിച്ചിതറി ഓൾമോസ്റ്റ് ഒരു 7 കോണ്ടിനെന്റ് ഉണ്ട്. അങ്ങനെ ചിന്നിച്ചിതറി കൊടിഞ്ഞുണ്ടായി. അത് വർഷങ്ങൾ എടുത്തിട്ട്, അതായത് കോടിക്കണക്കിന് വർഷങ്ങൾ എടുത്താണ് ഇതെല്ലാം സ്പ്ലിറ്റ് ആയിട്ട് ഉണ്ടായത്, ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ് കാരണം. അപ്പൊ അതിന് വർഷങ്ങളായിട്ട്, അതുകൊണ്ടാണ് അതിന് ഡയസ്ട്രോഫിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് വരുന്നത് ഒറോജനിക് ആണ്. ഒറോജനിക്കും എന്നുകൂടെ പറയുന്ന മലകൾ ഉണ്ടാകുന്നു, അതും വർഷങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പൊ നമ്മുടെ ഹിമാലയാസ് ഉണ്ടായത് ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും കൂടെ കൂട്ടിയിടിച്ച സമയത്താണ് ഫോൾഡ് മൗണ്ടൻസ് ആയ ഹിമാലയാസ് ഉണ്ടായത്. അപ്പം അതും വളരെ സാവധാനം പതുക്കെ നടക്കുന്ന ഒരു പ്രോസസ് ഡയസ്ട്രോഫിക് മൂവ്മെന്റ്. പിന്നെ സഡൻ മൂവ്മെന്റ്സിന്റെ എക്സാമ്പിൾ ആണ് നമുക്കറിയുന്ന പോലെ എർത്ത് ക്വേക്കും വോൾക്കാനിസവും. എർത്ത് ക്വേക്ക് ഭൂമിയുടെ അടിയിൽ ഉണ്ടാകുന്ന പ്രകമ്പനം കാരണം ഭൂമിയുടെ സർഫസ് കുലുങ്ങുന്നതാണ്, അത് എർത്ത് ക്വേക്ക്. വോൾക്കാനിസം എന്ന് പറയുന്നത് അതായത് ഭൂമിയുടെ അടിയിലുള്ള മാഗ്മയും ഒക്കെ എർത്തിന്റെ വീക്കർ പോർഷനിലൂടെ, അതായത് മലകളുടെ വെളിയിലേക്ക് ഇറപ്റ്റ് ആവുന്നതാണ്. ഇപ്പൊ നമുക്ക് ഇനി വോൾക്കാനിസത്തിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പം ഇത് എർത്തിന്റെ അടിഭാഗമാണ്. അപ്പം ഇത് ഇത് ക്രസ്റ്റ്, മാൻഡില്, കോർ. ക്രസ്റ്റ് ആണ് ആ സർഫസിൽ. ഇനി ക്രസ്റ്റ് തൊട്ട് മാൻഡിലിന്റെ മണ്ട വരെയുള്ള ആ ഭാഗത്തിനെയാണ് നമ്മൾ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു 100 കിലോമീറ്റർ ഓൾമോസ്റ്റ് ഭാഗമാണ്. അവിടെ ആ മാൻഡിലിൽ കാണപ്പെടുന്ന ഒരു സെമി ലിക്വിഡ്, അതായത് ലിക്വിഡും അല്ല സോളിഡും അല്ലാത്തൊരു അവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് മാഗ്മ എന്ന് പറയുന്നത്. ആ മാഗ്മ ആണെങ്കിൽ ഇതിനകത്തുള്ള ഈ എർത്തിന്റെ അടിയിലുള്ള ക്രസ്റ്റിലും മാൻഡിലുള്ള വീക്കർ പോർഷൻസിൽ, അതായത് ഹോൾസിലൂടെയും ഭൂമിയുടെ സർഫസിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ആ സർഫസിലേക്ക് വരുമ്പോൾ മാഗ്മയുടെ പേര് ലാവ എന്നാകുന്നു. അതിനെയാണ് വോൾക്കാനിസം എന്നുകൊണ്ട് പറയുന്നത്. ഇത്തരത്തിൽ വെളിയിൽ വരുന്ന മാഗ്മയായാലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആയാലും റോക്സ് ആയാലും അതിനെ വിളിക്കുന്നതാണ് വോൾക്കാനിക് മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നു. പിന്നെ ഈ മാഗ്മ തന്നെ ഈ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ ആണ് മാഗ്മ. ഈ മാഗ്മ വെളിയിൽ വന്നാൽ അതിനെ ലാവ എന്നാണ് വിളിക്കുന്നത്. നമസ്കാരം, എന്റെ പേര് ഐഷ. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വിന്യാസ് അക്കാദമിയുടെ സെമിനാറുമായിട്ടാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് വിഭവങ്ങൾ അഥവാ റിസോഴ്സസ്, പിന്നെ വികസനം അഥവാ ഡെവലപ്മെന്റ് എന്ന ടോപ്പിക്കാണ്.
അപ്പൊ ആദ്യത്തിൽ നിന്നും കിട്ടുന്ന മനുഷ്യന്റെ ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ടെക്നോളജിക്കലി ആക്സസിബിളും കൾച്ചറലി അക്സെപ്റ്റബിളും എക്കണോമിക്കലി ഫീസിബിളും ആയിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ റിസോഴ്സസ് എന്ന് പറയുന്നു. റിസോഴ്സസ് അഥവാ വിഭവങ്ങൾ എന്ന് പറയുന്നു. പരിസ്ഥിതിയിൽ നിന്നും കിട്ടുന്ന സാധനങ്ങളെ രൂപമാറ്റം ചെയ്യുന്നതിനായി പ്രകൃതിക്കും മനുഷ്യനും ടെക്നോളജിക്കും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതായത് ഹ്യൂമൻസ്, ടെക്നോളജി, നേച്ചർ, പിന്നെ ഡെവലപ്മെന്റ്. The process of transformation of things available in our environment involves an interactive relationship between nature. അതാണ് ഞാനിവിടെ പറഞ്ഞത്. Do you think that resources are free gift of nature? നിങ്ങൾക്ക് അറിയാമോ റിസോഴ്സസ് നേച്ചറിന്റെ ഫ്രീ ഗിഫ്റ്റ് ആണെന്ന്? അതെ, റിസോഴ്സസ് നേച്ചറിൽ നിന്ന് കിട്ടുന്ന ഒരു സൗജന്യ സമ്മാനം തന്നെയാണ്. വിഭവങ്ങൾ അഥവാ റിസോഴ്സസ് 4 രീതിയിൽ വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന്, അത് എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഒറിജിൻ. അബയോട്ടിക്കും ഉണ്ട്, ബയോട്ടിക്കും ഉണ്ട്. അബയോട്ടിക് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ് തിങ്സ്, അതായത് ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് അബയോട്ടിക് റിസോഴ്സസ്. പിന്നെ ബയോട്ടിക് എന്ന് പറയുന്നത് ജീവനുള്ള വസ്തുക്കൾ, അതായത് പ്ലാന്റ്സ്, അങ്ങനെയുള്ള എല്ലാം ബയോട്ടിക് റിസോഴ്സസ് ആണ്. അതുപോലെ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് എക്സോസ്റ്റബിലിറ്റി, അത് തീർന്നു പോകുന്നതുമുണ്ട്, തീർന്നു പോകാത്ത റിസോഴ്സും ഉണ്ട്. ഇപ്പം അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സോസ്റ്റബിലിറ്റി, റിന്യൂബിൾ എക്സാമ്പിൾ വാട്ടർ, സൺലൈറ്റ്. അത് നമുക്ക് പിന്നെ റിന്യൂ ചെയ്തെടുക്കാൻ പറ്റും, അതായത് പിന്നെ എടുക്കാൻ പറ്റും. പക്ഷെ നോൺ റിന്യൂബിൾ എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല, സച്ച് ആസ് കോൾ, പെട്രോളിയം, ദാറ്റ് ടേക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ് ടു. അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് റിസോഴ്സസ്, അതായത് വിഭവങ്ങളുടെ വികസനം. റിസോഴ്സസ് എന്ന് പറയുന്നത് ഹ്യൂമൻസിന്റെ സർവൈവലിനും അവരുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുമായിട്ട് വേണ്ടപ്പെട്ട ഒരു പ്രധാന ഘടകമാണ്. ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ് ഫോർ സാറ്റിസ്ഫൈങ് ദ ഗ്രീഡ് ഓഫ് ഫ്യൂ ഇൻഡിവിജ്വൽസ്. ചില ആൾക്കാരുടെ അത്യാഗ്രഹത്തിന് വേണ്ടി റിസോഴ്സസ് എടുക്കുമ്പോൾ അത് ഡിപ്ലീറ്റ് ആയി പോകുന്നു, അതായത് ഇല്ലാതാകുന്നു. അതുപോലെ തന്നെ ചില ഇൻഡിവിജ്വൽസിന്റെ കയ്യിൽ മാത്രം റിസോഴ്സസ് ഉള്ളതിനാൽ നമ്മുടെ സൊസൈറ്റിയെ 2 ആയിട്ട് തിരിച്ചിരിക്കുന്നു, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, ഉള്ളവരും ഇല്ലാത്തവരും. അതുപോലെ തന്നെ ഇൻഡിസ്ക്രിമിനേറ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ആവശ്യമില്ലാത്ത എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വിഭവങ്ങൾ ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസിന് കാരണമാകുന്നു. അതായത് ഗ്ലോബൽ വാർമിംഗ്, ആഗോളവൽക്കരണം, ഓസോൺ ലെയർ ഡിപ്ലീഷൻ, എൻവയോൺമെന്റൽ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ തലമുറയിൽ വേണ്ടത് നമ്മൾ സ്വന്തമായിട്ട് പരിഗണിച്ച് ഇപ്പോൾ നടത്തുന്ന ഡെവലപ്മെന്റിനെയാണ്. അതിൽ നമ്മൾ നടത്തുന്ന ഡെവലപ്മെന്റ് നമ്മുടെ ഇപ്പോഴത്തെ എൻവയോൺമെന്റിന് ഒരു ഹാമും ഉണ്ടാകുന്നില്ല. പിന്നുള്ളത് അജണ്ട 21. അതെന്ന് പറയുന്നത് ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന ഡിസീസസ് കാരണം, അതായത് ഗ്ലോബൽ കോർപ്പറേഷൻ കാരണമുള്ള കോമൺ ഇൻഡസ്ട്രി കാരണമുള്ള ഡിസീസസ്, രോഗങ്ങൾ, മ്യൂച്വൽ ദാരിദ്ര്യം, അതുപോലെ തന്നെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും കോമ്പാറ്റ് ചെയ്യാം, അതായത് നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അജണ്ടയാണ്. താങ്ക് യു. ഹലോ എരിവാൻ, എൻ്റെ പേര് ആദിത്യൻ. ഇന്ന് നമ്മൾ ഇവിടെ ജിയോഗ്രഫിയുടെ സെമിനാർ എടുക്കാൻ പോവാണ്. ചാപ്റ്ററിന്റെ പേര് ദ ചേഞ്ചിങ് എർത്ത്. അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ നേരത്തെ എടുത്ത നന്ദീശ്വർ എടുത്തതിന് ബാക്കി തൊട്ടുള്ള പോർഷൻ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇപ്പൊ ആദ്യം നമുക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് വോൾക്കാനോസ് എന്ന് പറയുന്ന ആ പടത്തിൽ നിന്ന് തുടങ്ങാം. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പസഫിക് റിംഗ് ഓഫ് ഫയറിനെ കുറിച്ചാണ്. പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത് നമ്മുടെ പസഫിക് ഓഷ്യനിൽ കാണപ്പെടുന്ന ഒരു വോൾക്കാനോ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലത്തെയാണ് നമുക്ക് പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഒരു ഹോഴ്സിന്റെ ഷേപ്പിലുള്ള ഈ ഇത്രയും സ്ഥലത്തിന് ചുറ്റിലും കുറെ വോൾക്കാനോസ് ഉണ്ട്. അതുകൊണ്ടും പിന്നെ ഇതിന്റെ ഒരു റിംഗ് ഷേപ്പ് ഉള്ളതുകൊണ്ടുമാണ് ഇതിനെ റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കുറെ രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഈ ഹോഴ്സിന്റെ ഷേപ്പ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ സ്ഥലമാണ് ചില്ലി ഉണ്ട്, പിന്നെ USA, ഇവിടെ ജപ്പാന്, ഇന്തോനേഷ്യ, ന്യൂസിലാൻഡ്, ഇത്രയും രാജ്യങ്ങൾ ചേർന്നാണ് ഈ പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇതിന്റെ ചുറ്റിനും ഏകദേശം 450 ആക്റ്റീവ് വോൾക്കാനോസ് ഉണ്ട്. ഇതുവരെ മനുഷ്യൻ എത്തപ്പെടാത്ത കുറെ അധികം വോൾക്കാനോസ് ഇവിടെ ഇനിയും കണ്ടുപിടിക്കാനുണ്ട്. പിന്നെ
ഇവിടാണ് ഏകദേശം ഭൂമിയിലെ 90% എർത്ത് കേക്സും നടക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ വോൾക്കാനോസും ഹ്യൂമൻ ലൈഫും തമ്മിലുള്ള ബന്ധമാണ്. ഇനി വോൾക്കാനോസ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ ആണെങ്കിലും മനുഷ്യർക്ക് ചില സമയങ്ങളിൽ ഉപയോഗപ്പെടുന്നതുമാണ് ഈ വോൾക്കാനോസ്. അപ്പം ഈ വോൾക്കാനോസ് കാരണം കുറെ പേരുടെ ജോലിയും പിന്നെ വീടും കുറെ പേരുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നടന്നൊരു സംഭവമാണ് ക്രാറ്റക്കോവയിലെ വോൾക്കാനിക് എറപ്ഷൻ. അപ്പം ക്രാറ്റക്കോവയിലെ വോൾക്കാനിക് എറപ്ഷനിൽ ഏകദേശം 36,000 പേര് മരിച്ചിട്ടുണ്ട്. നമ്മുടെ ലോകത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ സൗണ്ട് പുറപ്പെടുവിപ്പിച്ച ഒരു എറപ്ഷൻ ആണ് ഇത് ഏകദേശം 310 ഡെസിബൽ സൗണ്ട് ആണ് പുറപ്പെടുവിപ്പിച്ചത്. ഇനി നമുക്ക് വിച്ച് ഈസ് ദ ഓൺലി ആക്റ്റീവ് വോൾക്കാനോ ഇൻ ഇന്ത്യ എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ അതാർക്കെങ്കിലും അറിയാമോ? ആ ചോദ്യം അറിയോ? എന്ത്? അതെ, നമ്മുടെ ഇന്ത്യയിൽ ആകെ ഒരു വോൾക്കാനോ മാത്രം ആക്റ്റീവ് ആയിട്ടുള്ള, അത് ബാരൻ ഐലൻഡിലാണ്. ഇനി നമുക്ക് വോൾക്കാനിക് എറപ്ഷനെ തടയാനായിട്ട് എന്തൊക്കെ ചെയ്യാന്ന് നോക്കാം. ഈ വോൾക്കാനോസിന്റെ അടുത്ത് വീട് വെക്കാതിരിക്കുക. ആൾക്കാർ ഇതിന്റെ അടുത്ത് വീട് വെക്കുന്നത് അവർക്ക് അഗ്രികൾച്ചർ നടത്താനാണ്. കാരണം വോൾക്കാനോസ് എന്ന് പറയുമ്പോൾ വോൾക്കാനോസിന്റെ അകത്തുനിന്ന് വരുന്ന ലാവ മെൽറ്റ് ആയിട്ട് ഉരുകി നിൽക്കുന്നു. അത് കുറെ വർഷം കഴിയുമ്പോൾ അത് അഗ്രികൾച്ചറിന് സൂട്ടബിൾ ആവുന്നു. അങ്ങനെ അവിടെ നല്ല അഗ്രികൾച്ചർ ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് കൂടുതൽ പേരും അവിടെ താമസിക്കുന്നത്. പിന്നെ വോൾക്കാനോ കൊണ്ട് വേറെ കുറെ ഉപകാരങ്ങളും ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ജിയോ തെർമൽ എനർജി നമുക്ക് ഈ വോൾക്കാനോസിന്റെ അടുത്തുനിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ ലാവയിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ മിനറൽസ് കിട്ടുന്നതാണ്. അത് വെച്ച് നമുക്ക് പലതരം ഉപയോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ വോൾക്കാനോസിൽ കുറെ ടൂറിസ്റ്റ് പ്ലേസസ് ആയിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് മൗണ്ട് ഫുജി, മൗണ്ട് കിളിമഞ്ചാരോ. പിന്നെ അങ്ങനെ ഇഷ്ടം പോലെ വോൾക്കാനോസ് ടൂറിസ്റ്റ് പ്ലേസസ് ആയിട്ടുണ്ട്. എർത്ത് കേക്ക് എന്ന് പറയുന്നത് ഭൂമിയിൽ ഉണ്ടാകുന്ന സഡൻ ചേഞ്ചസിനെയാണ് എർത്ത് കേക്ക്സ് എന്ന് പറയുന്നത്. എർത്ത് കേക്ക് ഉണ്ടാകുന്നത് നമ്മുടെ പ്ലേറ്റ്സുകൾ തമ്മിലുള്ള ഫ്രിക്ഷൻ കാരണമാണ് എർത്ത് കേക്ക്സ് ഉണ്ടാകുന്നത്. എർത്ത് കേക്ക് മൂലം കുറെ നാശനഷ്ടങ്ങൾ നമ്മുടെ ഭൂമിയിൽ നടന്നിട്ടുണ്ട്. അത് 90% എർത്ത് കേക്കുകളും നടക്കുന്നത് നമ്മുടെ പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ്. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേരും റിസ്വാൻ. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് വിന്നേഴ്സ് അക്കാഡമിയിലെ സെമിനാറുമായിട്ടാണ്. എൻ്റെ വിഷയം ലാൻഡ് റിസോഴ്സ്. നമുക്ക് തുടങ്ങാം. പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഭൂമി. നമ്മൾ പറയാൻ പോകുന്നത് ലാൻഡ് റിസോഴ്സ് പാറ്റേൺ ഇൻ ഇന്ത്യ. നന്ദിച്ചാറെ ക്വസ്റ്റ്യൻ ചോദിക്കുക. ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഇന്ത്യ എത്ര? 93% of total geographical area, because the land use reporting the most of the northeast state. Some areas of Jammu and Kashmir occupied on Pakistan and China have also not been surveyed. എന്ന് പറയുന്നത് 93% ഭൂപരിസ്ഥിതിയിലെ സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നത് നോർത്ത് ഈസ്റ്റിലുള്ള സ്റ്റേറ്റുകളാണ്. എന്നാൽ ജമ്മു ആൻഡ് കാശ്മീരിന്റെ പകുതി ഭാഗവും ചില ഭാഗങ്ങൾ ചൈനയും പാകിസ്ഥാന്റെയും കയ്യിലാണ്. പറയുന്നത് കൂടുതൽ ഉപയോഗം ഇപ്പം കറന്റ് ഫോറസ്റ്റ് ലാൻഡ് എല്ലാം കൂടുതൽ ഉപയോഗം ഇല്ലാത്തതും അത് വീണ്ടും കൾട്ടിവേറ്റ് ചെയ്യാൻ നല്ല പണം. അതിനാൽ ഈ ഭൂമികൾ 2-3 വർഷത്തിൽ 1-2 വട്ടം മാത്രമേ കൃഷിക്ക് ഉപയോഗിക്കുകയുള്ളൂ. NSA പറയുന്നത് ഏകദേശം 54% ഭൂമിയും കൃഷിക്കാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. എൻ്റെ പേര് ആരാധന രഞ്ജിത്ത്. അപ്പം ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത് ചേഞ്ചിങ് എർത്ത് എന്നുള്ള ചാപ്റ്ററാണ്. നേരത്തെ ആദ്യം പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടുള്ള പോർഷൻസ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. ടെക്ടോണിക് എർത്ത് കേക്സ് എന്താണെന്നാണ് പറയുന്നത്.
എർത്തിന്റെ എർത്ത് കേക്സിന്റെ കാരണം ലിത്തോസ്ഫിയറിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ മൂലം 2 ലിത്തോസ്ഫിയർ പ്ലേറ്റ്സ് കൂടിച്ചേരുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ കാരണമാണ്. ഈ ഫ്രിക്ഷൻ കാരണം അവരുടെ ചലനത്തിന് തടസ്സമുണ്ടാകുന്നു. ഇതിനെ നമ്മൾ പറയുന്നതാണ് ടെക്ടോണിക് എർത്ത് കേക്സ്. അടുത്തതെന്ന് പറയുമ്പം എർത്തിന്റെ ഇൻസൈഡ് പോയിന്റിലായിട്ട് ഒരു എനർജി റിലീസ് ചെയ്യുന്നു. ആ എനർജിയെ നമ്മൾ ഫോക്കസ് അല്ലെങ്കിൽ ഹൈപ്പോസെന്റർ എന്ന് പറയുന്നു. അടുത്തത് അവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ആ ഡയഗ്രാമത്തിന്റെ അകത്ത് എപ്പിസെന്ററും ഹൈപ്പോസെന്ററും കൊടുത്തിട്ടുണ്ട്. എർത്ത് ക്വേക്സിന്റെ കാരണം എന്ന് പറയുമ്പം ടെക്ടോണിക് മൂവ്മെന്റും വോൾക്കാനിക് ഇറോപ്ഷനും മൈൻ റൂഫും വാട്ടർ റിസർവുകളുടെ അടിയിലായിട്ട് ഒരു ബെഡ് റോക്ക് ഫോം ചെയ്യും. അതിൽ പ്രഷർ കാരണം എർത്ത് കേക്സ് ഉണ്ടാവുകയും ചെയ്യുന്നു. അടുത്തതെന്ന് പറയുമ്പം 2023 ടർക്കി എന്ന സ്ഥലത്ത് വന്ന ഒരു എർത്ത് കേക്കിനെ പറ്റിയാണ് പറയുന്നത്. അവിടുത്തെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും ഭക്ഷണങ്ങൾ ലഭിക്കാതെ വരികയും പിന്നെ അതിന്റെ ഇന്റൻസിറ്റി കൂടിയ 7.8 ഇന്റൻസിറ്റിയും റിക്ടർ സ്കെയിൽ വെച്ച് അളക്കുകയും ചെയ്തു. പിന്നെ ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും നഷ്ടപ്പെടുകയും ഫുഡ് സപ്ലൈയും മെഡിസിൻസും ഇല്ലാതാവുകയും ചെയ്തു.